ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ സോയ ചങ്ക്സ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം ഈ ഒരു രീതിയിൽ കുരുമുളക് കിട്ടുന്ന നല്ല അടിപൊളി ടേസ്റ്റിൽ സോയ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവർക്കൊക്കെ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുതേ. അപ്പോൾ ആദ്യം ഇതിലേക്കായിട്ടൊരു 100 ഗ്രാം അളവിൽ സോയ ചങ്ക്സ് ആണ് എടുത്തിട്ടുള്ളത്. കപ്പളവിൽ പറയുകയാണെങ്കിൽ 1.5 കപ്പ് അളവുണ്ടാകും. ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ടൊരു 20 to 30 മിനിറ്റ് വരെ ഒന്ന് കുതിരാനായിട്ട് മാറ്റി വെക്കാം. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് കണ്ടോ കുറച്ചിങ്ങനെ വലുതൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് ആദ്യം 2-3 തവണ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ പിഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലത്തെ വെള്ളമൊക്കെ നല്ലോണം കളയണം കേട്ടോ. ഇനി നമ്മളിതൊന്ന് 2ആയിട്ട് കട്ട് ചെയ്യാണ്. ഒരു സോയ 2 പീസാക്കുന്നുണ്ട്. ചെറുതൊക്കെ ആണെങ്കിൽ കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ ചെയ്തെടുത്തിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു വിടാവുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് പട്ട, ഗ്രാമ്പു, ഏലക്ക വളരെ കുറഞ്ഞ അളവിൽ മതി കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഇതുപോലെ നീളത്തിൽ മുറിച്ചിട്ടെടുത്തിട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് മീഡിയം സൈസിൽ വരുന്ന 2 സവാള ഇതുപോലെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയത്ത് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. സവാള അത്യാവശ്യം ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ചെറിയ ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് മുറിച്ചിട്ട് കൊടുത്തിട്ട് അതുകൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. തക്കാളിയും ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് മസാലപ്പൊടികളായിട്ട് ആദ്യം ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ഒരു പച്ചമണമൊക്കെ ഒന്ന് മാറിക്കോട്ടെ. അത് കഴിഞ്ഞിട്ടൊരു 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ട് നല്ലോണം ചൂടാക്കി എടുക്കുക. അതിൻ്റെ പച്ചമണം മാറി കിട്ടണം. പിന്നെ ഇതിലേക്ക് നമ്മൾ മുളക് പൊടി എടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ ആദ്യം മുറിച്ച് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു സോയ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ മീഡിയം സൈസിലുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഇതുപോലെ ചെറിയ പീസായിട്ട് മുറിച്ചിട്ട് അതോടെ ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടങ്ങ് മിക്സാക്കി എടുക്കുക കേട്ടോ. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് കുറവാണെങ്കിൽ കുറച്ചുകൂടിയൊക്കെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് കുറച്ച് സമയം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 10 മിനിറ്റോളം ചെറിയ തീയിൽ അതവിടെ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് വെന്ത് തുടങ്ങട്ടെ. അപ്പോൾ ആ സമയങ്ങളിൽ നമുക്ക് ഇതിലേക്കൊരു സ്പെഷ്യൽ മസാലക്കൂട്ട് ചെയ്യാനുണ്ട്. അതിന് വേണ്ടിയിട്ടൊരു 1 to 1.25 ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് ചൂടാക്കി എടുക്കുക. ഒരുപാട് കളർ മാറുമൊന്നും വേണ്ട, ഒരു നല്ലൊരു മണം വരുമല്ലോ. അപ്പോൾ ആ സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് പൊടിച്ചെടുക്കുക. എന്നിട്ട് ഈ ഒരു പൊടി മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു സോയയുടെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ഒരു 3 ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം ഈ ഒരു കുരുമുളകിൻ്റെയും ജീരകത്തിൻ്റെ ഒക്കെ ടേസ്റ്റ് സ്പെഷ്യൽ രുചിയായിട്ട് കിട്ടിക്കൊള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ മിക്സ് ആക്കിയിട്ട് നമുക്ക് കുറച്ച് സമയം കൂടെ വേവിച്ചെടുക്കണം. കാരണം ആ ഒരു കിഴങ്ങ് വെന്ത് വരുന്ന ആ ഒരു സമയം മതിയാകും. അപ്പം ഈ സമയത്ത് വെള്ളം കുറവാണെങ്കിൽ ഒരു 1/4 കപ്പ് to 1/2 കപ്പിൻ്റെ ഉള്ളിൽ ചൂടുവെള്ളം തന്നെ കേട്ടോ ഒഴിച്ചു കൊടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കേണ്ട കാര്യം മറന്നു പോകരുത്. പിന്നെ നമ്മൾ ഇത് ഒരുപാട് ഗ്രേവിയിലല്ല കേട്ടോ ചെയ്യുന്നത്, ഒരു തിക്കായിട്ടുള്ളൊരു മസാല ഗ്രേവി ആയിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ലൂസായിട്ടുള്ള വെള്ളം പോലെ വേണ്ട. ഇപ്പോൾ ഇത് നോക്കുന്ന സമയത്ത് കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സോയയും ആ സമയം കൊണ്ട് തന്നെ വെന്തിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇതിലേക്കായിട്ട് കുറച്ച് നല്ല കട്ടിയുള്ള ഒരു 1/4 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കാഷ്യൂ, ഒരു 5-6 കാഷ്യൂ ഒന്ന് വെള്ളത്തിൽ കുതിർത്തിട്ട് അരച്ചിട്ട് അതോടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം മിക്സാക്കി എടുക്കുക. ഇതൊരു 3-4 മിനിറ്റ് കൂടെ ചെറിയ തീയിൽ അങ്ങ് മിക്സാക്കിയിട്ട് ഒന്നങ്ങ് വെന്തോട്ടെ. ഇനിയിപ്പോൾ അണ്ടിപ്പരിപ്പ് കയ്യിലില്ലെങ്കിൽ തേങ്ങാപ്പാൽ മാത്രം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. പിന്നെ തേങ്ങാപ്പാൽ കുറേ അളവിലൊന്നും വേണ്ട, കാരണം ഒരു ടേസ്റ്റ് ബാലൻസിന് വേണ്ടിയിട്ട് മാത്രം മതി, ഒരുപാട് ലൂസാവുന്ന രീതിയിലല്ല കേട്ടോ. അപ്പോൾ അതൊരു 2-3 മിനിറ്റ് കൂടെ അടച്ച് വെച്ചെടുക്കുമ്പോൾ കറക്റ്റ് സെറ്റായിട്ടുണ്ടാകും. ലാസ്റ്റ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ മാത്രം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഒരു ഇത്തിരി തക്കാളി കുരുവില്ലാതെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടൊന്ന് മുറിച്ചെടുത്തതാണ്. എന്നിട്ട് അതെല്ലാം കൂടെ ചേർത്തിട്ട് മിക്സാക്കി എടുക്കുക. ആ ഒരു ചൂടിലങ്ങ് മിക്സാക്കി എടുക്കുമ്പോൾ തന്നെ തക്കാളിയൊക്കെ ചെറുതായിട്ട് അങ്ങ് വെന്ത് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇത്ര തന്നെയുള്ള പരിപാടി. ഈ ഒരു ചൂടോട് കൂടെ തന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കാം. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. സോയ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കൊക്കെ എന്തായാലും ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. നല്ല ചൂടുള്ള ചോറിൻ്റെയൊക്കെ കൂടെ ഇത് മാത്രം മതിയാവട്ടെ. ഇങ്ങനെ കൂട്ടിക്കുഴച്ച് കഴിക്കാൻ ആ ഒരു മസാലയും അതുപോലെ തന്നെ കിഴങ്ങും സോയൊക്കെ കൂടെ നന്നായിട്ടുണ്ട്. പിന്നെ നമുക്ക് ചപ്പാത്തിയുടെ കൂടെയൊക്കെ സൈഡായിട്ട് എടുക്കാം. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാനും. അപ്പോൾ ഇനി എന്തായാലും എന്നത്തെയും പോലെ തന്നെ നല്ല നല്ല റെസിപ്പീസായിട്ട് നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം. താങ്ക്